ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ CA ഫൗണ്ടേഷൻ ബിസിനസ് എക്കണോമിക്സ് ചാപ്റ്റർ 1-ൻ്റെ 4-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വായിച്ചു നോക്കി റിവൈസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ഹൗ ഡു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി സോൾവ് ദെയർ സെൻട്രൽ പ്രോബ്ലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് കണ്ടായിരുന്നു അല്ലേ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce and what are the provisions, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഹാസ് നോ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി. അതായത് അവരെ റെഗുലേറ്റ് ചെയ്യാനൊന്നും വേറെ ആളുകളില്ല, അവർ തന്നെയാണ് സെൽഫായിട്ട് അവരെ റെഗുലേറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. No central planning authority to decide what, how and for whom to produce. അതായത് അവർക്ക് സെൻട്രലായിട്ട് പ്ലാൻ ചെയ്യാനൊന്നും, അതായത് ഹൗ ആൻഡ് ഫോർ ഹൂം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അതൊന്നും നോക്കാനായിട്ട് ആരുമില്ല, അവരുടെ ഇഷ്ടമാണ്. In the absence of any central authority, it looks like a miracle as to how such an economy function. അതായത് അതൊരു ആശ്ചര്യമായി തോന്നുന്നു, എങ്ങനെ ഇത് ഈ റെഗുലേറ്റ് ചെയ്യാൻ ആരുമില്ലാതെ സ്വയം ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മൾ അതെങ്ങനെ സാധിക്കും എന്ന് നമുക്ക് തോന്നുന്നു. If consumers want cars and producers choose to make cloth. അതായത് കൺസ്യൂമേഴ്സിന് വേണ്ടത് കാറാണ്, പക്ഷേ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതോ ക്ലോത്താണ്. ഇനി വർക്കർ വിചാരിക്കുകയാണ്, ഞാൻ ഇവരുടെ രണ്ടുപേരും, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടാക്കാനും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, കാറ് അവിടെയും പോകുന്നില്ല, ഞാൻ പോകുന്നത് വേറെ അടുത്ത് എവിടെയാണ്, വല്ല ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഫർണിച്ചറിന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ദർ വിൽ ബി ടോട്ടൽ കൺഫ്യൂഷൻ ആൻഡ് ചവോസ് ഇൻ ദ കൺട്രി. അപ്പോൾ മൊത്തം ആ എക്കണോമിക് സിസ്റ്റം തന്നെ താറുമാറായി പോവും. ഇൻ സച്ച് എക്കണോമി യൂസസ് ദ ഇംപേഴ്സണൽ ഫോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം ഒക്കെ അവർ റെഗുലേറ്റ് ചെയ്യുന്നതും സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും. എന്തൊക്കെയാണ്? ഇംപേഴ്സണൽ ഫോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് അവർ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം ഒക്കെ സോൾവ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതിന് എങ്ങനെ സോൾവ് ചെയ്യും? ഡിസൈഡിങ് വാട്ട് ടു പ്രൊഡ്യൂസ്, ദ എയിം ഓഫ് ആൻ എൻറ്റർപ്രണർ ഈസ് ടു ഏൺ ആസ് മച്ച് ആസ് പ്രോഫിറ്റ് പോസിബിൾ. അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് എന്താണോ അതായിരിക്കും. ദിസ് കോസസ് ബിസിനസ്മെൻ ടു കംപ്ലീറ്റ് വിത്ത് വൺ അനദർ ടു പ്രൊഡ്യൂസ്, കംപ്ലീറ്റ് അല്ല, കോമ്പീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കോമ്പീറ്റ് വിത്ത് വൺ അനദർ ടു പ്രൊഡ്യൂസ് ദോസ് ഗുഡ്സ് വിച്ച് കൺസ്യൂമേഴ്സ് വിഷ് ടു ബൈ. Thus, if consumers want more cars, there will be increase in the demand for cars and as a result their prices will increase. അതായത് വാട്ട് പ്രൊഡ്യൂസിൽ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് നോക്കിയിട്ടായിരിക്കും ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം കൺസ്യൂമേഴ്സിന് കാറ് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഡിമാൻഡ് ഓഫ് കാർസ് മോറാണ്, അപ്പോൾ അവിടുത്തെ പ്രൈസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് കാർസ് കോസ്റ്റ് റിമൈനിങ് ദ സെയിം വിൽ ലീഡ് ടു മോർ പ്രോഫിറ്റ്സ്. അപ്പം പ്രൈസ് ഓഫ് കാറ് കൂടുകയും കോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുകയും ചെയ്താൽ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടും, അപ്പോൾ അവർക്ക് പ്രോഫിറ്റ്സ് കൂടും. This will induce producers to produce more cars. On the other hand, if the consumer's demand for clothes decreases, its price would fall and profit would go down. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർ കൂടുതലും എന്ത് ചെയ്യും? കാർസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അപ്പുറത്തെ എന്ത് ചെയ്യും? ക്ലോത്ത്സിൻ്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, അപ്പം പ്രൈസ് എന്ത് ചെയ്യും? കുറയും. ഒരു ഭാഗത്ത് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും, ഇപ്പുറത്തെ വശത്ത് വേറൊരു സ്ഥലത്ത് ക്ലോത്തിൻ്റെ ഡിമാൻഡ് കുറയുകയാണ്, അപ്പം എന്താണ്? അതിൻ്റെ പ്രൈസ് കുറയും, അപ്പം അതിൻ്റെ പ്രോഫിറ്റ് കുറയും. അതായത് ഇത്രയേ ഉള്ളൂ, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുമ്പം പ്രൈസ് കുറയും, അത്രയേ ഉള്ളൂ.
അതനുസരിച്ചാണ് അവർ വാട്ട് ടു പ്രൊഡ്യൂസിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. Therefore, business firms have less incentive to produce cloth and less of cloth will be produced. അങ്ങനെയാണെങ്കിൽ ഫേംസ് എന്ത് ചെയ്യും? ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലോത്ത്സേ അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഡിമാൻഡ് അനുസരിച്ച് അവർ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദസ് മോർ ഓഫ് കാർസ് ആൻഡ് ലെസ് ക്ലോത്ത്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് സച്ച് എൻ എക്കണോമി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൺസ്യൂമേഴ്സിന് കാറാണ് വേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോത്ത് ആയിരിക്കും. അപ്പം ക്ലോത്ത് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാർസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. In a capitalist economy like USA, UK and Germany, the question regarding what to produce is ultimately decided by the consumers. ഇങ്ങനെയുള്ള ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതിൻ്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ആരാ കൊടുക്കുന്നത്? കൺസ്യൂമേഴ്സാണ് കൊടുക്കുന്നത്. ഈസ് അൾട്ടിമേറ്റ്ലി ഡിസൈഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഹൂ ഷോ ദെയർ പ്രിഫറൻസസ് ബൈ സ്പെൻഡിങ് ഓൺ ദ ഗുഡ്സ് വിച്ച് ദേ വാണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഗുഡ്സിലാണ് അവർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവർക്ക് സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പം ഏത് പ്രൊഡക്റ്റാണോ വാങ്ങിക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റേ കൂടുകയുള്ളൂ. അപ്പം എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കസ്റ്റമേഴ്സാണ് തീരുമാനിക്കുന്നത്. ഇനി ഹൗ ടു പ്രൊഡ്യൂസ്. ഡിസൈഡിങ് ഹൗ ടു പ്രൊഡ്യൂസ്, an entrepreneur will produce goods and services choosing that technique of production which renders his cost of production minimum. അതായത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രോഫിറ്റ് കൂട്ടാനായിട്ട് എങ്ങനെയാണോ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് ഏത് രീതിയിൽ അവർക്ക് ഹൈ പ്രൊഡക്ഷൻ കൊണ്ടുവരാമെന്ന് നോക്കി അതനുസരിച്ചായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് ലേബർ ഈസ് റിലേറ്റീവ്ലി ചീപ്പ് ഹി വിൽ യൂസ് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ആൻഡ് ഇഫ് ലേബർ ഈസ് റിലേറ്റീവ്ലി കോസ്റ്റ്ലിയർ ഹി വിൽ യൂസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്. അതായത് രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് ആണുള്ളത്. ലേബർ ചീപ്പാണെങ്കിൽ ആളുകളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചിട്ട് മെഷീൻസിന് ഉപയോഗിക്കേണ്ടി വരുന്ന ക്യാപിറ്റൽ കുറയ്ക്കും. അപ്പം നമുക്ക് എന്താ പ്രോഫിറ്റ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി തിരിച്ചാണ്, ലേബറർ കോസ്റ്റ്ലി ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും, എന്നിട്ട് ലേബററിൻ്റെത് കുറയ്ക്കും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. Thus, the relative prices of factors of production help in deciding how to produce. അതായത് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം? ഡിസൈഡിങ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഫോർ ദോസ് ഹു ഹാവ് ബൈയിങ് കപ്പാസിറ്റി. വാങ്ങിക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമീസ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നടത്തുന്നത്. who have buying capacity. The buying capacity of an individual depends upon his income. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. How much income he will be able to make depends not only on the amount of work he does and the prices of the factors he owns. അതായത് അയാൾ ഉണ്ടാക്കുന്ന ഇൻകം അയാളുടെ വർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, പിന്നെ പ്രൈസസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഹി ഓൺസ്, അയാൾ വാങ്ങിക്കുന്ന പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടും ഇരിക്കും. ബട്ട് ഓൾസോ ഓൺ ഹൗ മച്ച് പ്രോപ്പർട്ടി ഹി ഓൺസ്, അയാൾക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ട് എന്ന ഇതിലും അയാളുടെ എന്തുണ്ട്? ഇൻകം ഉണ്ട്. ഹയർ ദ ഇൻകം ഹയർ വിൽ ബി ഹിസ് ബൈയിങ് കപ്പാസിറ്റി. ഇൻകം ഹൈ ആണെങ്കിൽ അയാൾക്ക് ബൈയിങ് കപ്പാസിറ്റി ഹൈ ആയിരിക്കും. ഹയർ വിൽ ബി ഹിസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻ ജനറൽ. ജനറലി അയാൾക്ക് ഗുഡ്സിന് വേണ്ട ഡിമാൻഡും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡിസൈഡിങ് അബൌട്ട് കൺസംഷൻ, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൺസംഷൻ ആൻഡ് സേവിങ്സ് ആർ ഡൺ ബൈ കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ഡൺ ബൈ എൻ്റർപ്രണേഴ്സ്. കൺസംഷൻ ആരാണ് നടത്തുന്നത്? അല്ലെങ്കിൽ സേവിങ്സ് ആരാണ് നടത്തുന്നത്? കൺസ്യൂമേഴ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ്സോ? അത് എൻ്റർപ്രണേഴ്സാണ്. കൺസ്യൂമേഴ്സ് സേവിങ്സ് എമംഗ് അതർ ഫാക്ടേഴ്സ് ആർ ഗവേൺഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഈ കൺസ്യൂമറിൻ്റെ സേവിങ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഹയർ ദ ഇൻട്രസ്റ്റ് ഹയർ വിൽ ബി ദ സേവിങ്സ്. ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ സേവ് ചെയ്യും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. ROI ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഉണ്ടാകുന്നത്. ദ ഗ്രേറ്റർ ദ പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. അതായത് നമ്മൾ എത്ര ക്യാപിറ്റലാണോ ഇട്ടത് അതിന് തിരിച്ച് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ദ ഗ്രേറ്റർ ദ പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻ
ദ ഗ്രേറ്റർ വിൽ ബി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ക്യാപിറ്റൽ. നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ ഇറക്കും. The rate of interest on savings and the rate of return on capital are nothing but the prices of capital. ROI എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റലും എന്താണ് സെയിം ആണ്. ബട്ട് ദ പ്രൈസസ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് മെറിറ്റ്സ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. അടുത്തത് നെക്സ്റ്റ് വീഡിയോയിലാണ്. സോ ഫസ്റ്റ് വൺ, ക്യാപിറ്റലിസം ഈസ് സെൽഫ് റെഗുലേറ്റിംഗ്. അവിടെ വേറെ അതോറിറ്റീസ് ഒന്നും ഇല്ല. പിന്നെ വർക്ക്സ് ഓട്ടോമാറ്റിക്കലി ത്രൂ പ്രൈസ് മെക്കാനിസം. There is no need of incurring cost for collecting and processing of information, for formulating, implementing and monitoring. ഈ ഒരു കാര്യങ്ങൾക്കൊന്നും എന്ത് വേണ്ട, കോസ്റ്റ് ഇൻകർ ചെയ്യുന്നില്ല. The existence of private property and driving force to profit motive result in greater efficiency and incentive work. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യുന്നു, അതിൻ്റെ എഫിഷ്യൻസിയെ കൂട്ടുന്നു. ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഈസ് ലൈക്ലി ടു ബി ഫാസ്റ്റർ അണ്ടർ ക്യാപിറ്റലിസം. മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദേ ആർ മോസ്റ്റ് പ്രൊഡക്റ്റീവ്. റിസോഴ്സസ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണോ ആ ആക്ടിവിറ്റീസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെയർ ഈസ് യൂഷ്വലി ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് എഫിഷ്യൻസി അണ്ടർ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റീവ് efficiency. Cost of production is minimized as every producer tries to maximize his profit by employing method of production which are cost effective. എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമൈസ് പ്രോഫിറ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഒബ്ജക്റ്റീവ് എന്ന് തന്നെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? maximization of profit. Consumers are benefited as competition forces producers to bring in a large variety of good quality products at reasonable prices. അപ്പം കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ചീപ്പ് റേറ്റിൽ കിട്ടാനായിട്ട് അത് കാരണമാകും. കാരണം 10 രൂപയുടെ ഗുഡ്സ് 10 രൂപയുടെ 5 രൂപയുടെ ഒരേപോലെയുള്ള ഗുഡ്സ് മാർക്കറ്റിൽ വരുവാണെങ്കിൽ നമ്മൾ എവിടെ പോയി വാങ്ങും? 5 രൂപയുടെ ഗുഡ്സിൻ്റെ അവിടെ പോയി വാങ്ങിക്കുള്ളൂ. അപ്പം 10 രൂപയ്ക്ക് വിൽക്കുന്ന ആളുടെ ഗുഡ്സ് എങ്ങനെയുള്ളതായിരിക്കണം? 5 രൂപയ്ക്ക് വിൽക്കുന്ന ആളെക്കാളും ഒരുപടി മുന്നിലായിരിക്കണം. അപ്പോൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പം അല്ലെങ്കിൽ അയാൾ ക്വാളിറ്റി കുറയ്ക്കേണ്ടി വരും. അപ്പം എന്നാലും അയാൾക്ക് രക്ഷയില്ല, 5 രൂപയുടെ വാങ്ങിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോമ്പറ്റീഷൻ ഉള്ളിടത്ത് നമുക്ക് എന്ത് കിട്ടും? ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ചീപ്പ് റേറ്റിൽ കിട്ടും. This along with freedom of choices ensure maximum satisfaction to consumer. This also result in higher standard of. അതായത് കൺസ്യൂമേഴ്സ് എന്ത് വാങ്ങിക്കണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി ക്യാപിറ്റലിസം യൂഷ്വലി ഫങ്ഷൻസ് ഇൻ എ ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്ക്. ക്യാപിറ്റലിസം മെയിനായിട്ട് എവിടെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എന്തായാലും ഡിമെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസം കൂടി നോക്കാം. ഇനിക്വാലിറ്റീസ് റെഡ്യൂസ് ദ അഗ്രിഗേറ്റ് എക്കണോമിക് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആസ് എ ഹോൾ ആൻഡ് സ്പ്ലിറ്റ് ദ സൊസൈറ്റി ഇൻ ടു 2 classes, namely the haves and the have-nots, sowing the seeds of social unrest and class conflict. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് 2 ക്ലാസ്സായിട്ട് ആളുകളെ തിരിക്കും. ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും. അതുപോലെ സോഷ്യൽ എന്താ പറയുക, ക്ലാസ് കോൺഫ്ലിക്ട്സ്, അവർ തമ്മിലൊരു തർക്കമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നിക്വാലിറ്റീസ് വരും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ഇനിക്വാലിറ്റി ലീഡ് ടു വൈഡ് ഡിഫറൻസസ് ഇൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് perpetuate unfairness in the society. അൺഫെയർനെസ് കൊണ്ടുവരും. എക്കണോമിക് ഇനിക്വാലിറ്റീസ് വലിയ
വലിയ തരത്തിലുള്ള തരംതിരിവുകൾ കൊണ്ടുവരും. ഡ്യൂ ടു ഇൻകം ഇൻഇക്വാലിറ്റി ദ പാറ്റേൺ ഓഫ് ഡിമാൻഡ് ഡസൻ റെപ്രസെൻറ്റ് ദ റിയൽ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ഇൻഇക്വാലിറ്റി, ഇൻകത്തിലുള്ള വ്യത്യാസം കാരണം സൊസൈറ്റിയുടെ റിയൽ നീഡ് കാണാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ലേബറേഴ്സിന് എന്ത് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. കാരണം എന്താണ്, ക്യാപിറ്റലിസ്റ്റ് പറയുന്നതനുസരിച്ച് പണിയെടുക്കണം, അവർക്ക് വേജസ് ഒന്നും കൊടുക്കില്ല, ആവശ്യത്തിനുള്ള പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള വേജസ് കൊടുക്കില്ല. അപ്പോൾ അത് സ്ട്രൈക്കിനൊക്കെ ലീഡ് ചെയ്യും. പിന്നെ അവർക്ക് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്യാപിറ്റലിസം ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് മോണോപ്പൊളീസ്. ക്യാപിറ്റലിസം എന്തിലേക്ക് നയിക്കും, മോണോപ്പൊളീസിലേക്ക് നയിക്കും. അതനുസരിച്ച് ക്യാപിറ്റലിസ്റ്റ് ചാർജ് ചെയ്യുന്ന പൈസ തന്നെ കൊടുത്ത ആളുകൾ സാധനം വാങ്ങിക്കേണ്ട ഒരവസ്ഥ വരും. അത് എന്താണ്, ആളുകൾക്ക് എഗെയിൻസ്റ്റായിട്ട് അവരുടെ പർച്ചേസിങ് പവറിനൊക്കെ വളരെയധികം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിനെ കുറിച്ച്. സോ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയതൊക്കെ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. കാരണം MCQ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മടിക്കണ്ട. സോ താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി, പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ഞങ്ങളെടുക്കുന്ന ഈ എഫേർട്ട് എടുത്താണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരിക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് പ്ലീസ്. താങ്ക് യു.